അപ്പോൾ ഇന്ന് നമ്മൾ എന്താ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്സയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ കപ്സയ്ക്ക് എന്നൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചെറിയ കപ്സ തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒണിയൻ അരിഞ്ഞത് 7 എണ്ണം, ഒരു 7 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി. പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ 4 എണ്ണം വേണം. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചുമ്മാ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേണം. അത് എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ നമ്മൾ വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് 1/4 ടീസ്പൂൺ, അതൊക്കെ പൊടിച്ചതാണ്. എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മുടെ ജീരകം ചെറുജീരകമാണ് 1/4 ടീസ്പൂൺ പൊടിച്ചത്. ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പച്ചമുളക് 2 എണ്ണം, നിങ്ങൾ അരിഞ്ഞോ അരിയോ നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ നമ്മുടെ കുറച്ച് സ്പൈസസ്, അത് നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ടാൽ മതി. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഏലക്കായ, ഗ്രാമ്പൂവ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാരങ്ങ ഉണങ്ങിയതുണ്ട്, അത് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. പിന്നെ പുതിനയിലയും മല്ലിയിലയും. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അതിൻ്റെ മണവും ഒന്നും ഇഷ്ടമില്ലാതെ വരും, അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അരി 1 കിലോ അരിയാണ്. അപ്പോൾ 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് എണ്ണ ചൂടാകാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടാം. ഇനി സവോള നല്ലപോലെ വഴത്തണം. നമുക്ക് സവോള വഴരട്ടെ. അപ്പോൾ നമ്മൾ സവോള വഴരാൻ വേണ്ടി, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ശകലം ഉപ്പ് ചേർക്കണം. ഇത് നമ്മുടെ ചോറിന് വേണ്ടിയുള്ള ഉപ്പല്ല കേട്ടോ, സവോള വഴരാൻ വേണ്ടിയുള്ള ഉപ്പാണ്. അപ്പോൾ നമ്മുടെ സവോള നല്ല വഴന്ന് കിട്ടണം. പിന്നെ നമ്മുടെ സവോള വഴന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയുടെ കൂടെ നല്ലപോലെ വഴത്തണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ വഴത്തണം. അപ്പോൾ നമ്മുടെ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ വഴത്തണം. അപ്പോൾ നമ്മുടെ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ആ വഴന്ന് വന്ന തക്കാളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ കോഴി എടുത്ത് വെച്ചായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിട്ടൊന്ന് ഇളക്കണേ. നമ്മൾ ആ തക്കാളിക്കകത്തോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുകയാണ്. ഇനി നമ്മൾ തക്കാളിയുടെ കൂടെ നമ്മൾ ചിക്കൻ ഇട്ട് വഴത്തിയായിരുന്നല്ലോ. ഇനി അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മസാല, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം പൊടിച്ചത്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി ഇടണം, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കാം. ഈ ചിക്കനിൽ ഇതൊക്കെ നല്ല പിടിച്ച് വരും. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കണം. അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ആണ്. സ്പൈസസും ചേർത്തു. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കുക. ഇത് നമ്മൾ ശകലം, ഈ ചിക്കനുമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ടില്ലായിരുന്നല്ലോ, അപ്പം ശകലം ഉപ്പിടണം നമ്മുടെ ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമ്മൾ എടുത്ത് വെച്ചായിരുന്നല്ലോ, മല്ലിയിലയും പുതിനയിലയും. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും ഇളക്കും. ഇനി നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ ചൂടുവെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചൂടാക്കാൻ നേരത്തെ വെച്ചായിരുന്നു. അപ്പം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ചിക്കൻ വേകണമല്ലോ, വേകാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർത്തു. വെള്ളം ചിക്കന് മേളി വരെ നിൽക്കണേ. വെള്ളം നമുക്ക് ചിക്കനകത്ത് മുങ്ങിക്കിടക്കണം, എന്നാലത് വേഗത്തുള്ളൂ. അപ്പം വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ചിരുന്ന പച്ചമുളക് കീറാതെ ഒന്നോടെ അതിട്ടിട്ടു. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ വേകാനായിട്ട് നമ്മൾ ടൈം കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അരമണിക്കൂർ ഇപ്പം കഴിഞ്ഞു കേട്ടോ. അരമണിക്കൂർ സമയം നമുക്ക് എടുത്തു. പിന്നെ നമ്മൾ 15 മിനിറ്റ് കുതിർക്കാൻ ഇട്ട് വെച്ചിരിക്കുന്ന അരി നമ്മൾ കുതിർക്കാൻ വെച്ചായിരുന്നു. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കോഴിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരി അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും വേറെ ചേർക്കണ്ട, അതിനകത്ത് വെള്ളമുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി ഒന്ന് വേകാൻ വേണ്ടി നമ്മൾ ആ വെള്ളത്തിലിട്ട് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും നമ്മൾ അരി വെന്ത് വരാൻ വേണ്ടി വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. വേവിക്കാം. നമ്മുടെ കപ്സ് വെന്തോന്ന് നോക്കുവാണ്. നമ്മുടെ കപ്സ് നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് എടുത്തു കേട്ടോ. ഈ ചോറിട്ട് കഴിഞ്ഞ് അരി ഇട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റ് ആയി ഇപ്പം ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി വരാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കപ്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.